ദക്ഷിണ അറ്റ്ലാന്റിക് സമുദ്രത്തിന് നടുവിലുള്ള ഒരു കൂട്ടം എക്സ്പ്ലോറേഴ്സിൽ നിന്നാണ് കഥ തുടങ്ങുന്നത്. ആ കപ്പലിൽ ഡേവിഡ് എന്നു പേരുള്ള ഒരു കാലാവസ്ഥാ ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു. കടലിന് നടുവിലുള്ള ഒരു ദ്വീപിലേക്കായിരുന്നു അവരുടെ യാത്ര. ആ ദ്വീപിലെ മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥ നിരീക്ഷിക്കാനാണ് സർക്കാർ ഡേവിഡിനെ അവിടെ അയച്ചത്. കാലാവസ്ഥാ വിവരങ്ങൾ ശേഖരിക്കാനായി ഡേവിഡിന് ഏകദേശം 1 വർഷം അവിടെ താമസിക്കേണ്ടതുണ്ട്. 1 വർഷത്തെ വിവരങ്ങൾ ശേഖരിച്ച ശേഷം അവന് മടങ്ങാം. 1 വർഷത്തേക്ക് ആവശ്യമായ ഭക്ഷണവും മറ്റ് സാധനങ്ങളും ഡേവിഡിന് നൽകിയിരുന്നു. ദിവസങ്ങൾ നീണ്ട യാത്രയ്ക്ക് ശേഷം അവർ ഒടുവിൽ ആ ദ്വീപിലെത്തി. ബോട്ടുകളുടെ സഹായത്തോടെ അവർ ദ്വീപിലിറങ്ങി. ആ ദ്വീപ് പൂർണ്ണമായും വിജനമായിരുന്നു. ഒരു പക്ഷിയെപ്പോലും അവിടെ കാണാനില്ലായിരുന്നു. ഡേവിഡിന് താമസിക്കാനായി ആ ദ്വീപിൽ ഒരു ലൈറ്റ് ഹൗസും ചെറിയൊരു വീടുമുണ്ടായിരുന്നു. മുമ്പ് റോബർട്ട് എന്ന കാലാവസ്ഥാ ഉദ്യോഗസ്ഥനായിരുന്നു ഇവിടെ താമസിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി കാലാവധി കഴിഞ്ഞിരിക്കുന്നു. 1 വർഷം മുഴുവൻ അദ്ദേഹം തനിച്ച് ആ ദ്വീപിൽ കഴിഞ്ഞ് വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. ഇനി അടുത്ത 1 വർഷം ഡേവിഡ് അദ്ദേഹത്തിന് പകരക്കാരനാവും. പഴയ ഉദ്യോഗസ്ഥനായ റോബർട്ട് കപ്പലിൽ തിരികെ പോവും. എന്നാൽ സംഘം മുഴുവൻ ആ വീട്ടിൽ ചെന്നപ്പോൾ അവർ ഞെട്ടിപ്പോയി. കാരണം അവിടെ ഒരു മനുഷ്യൻ്റെ പോലും അടയാളമുണ്ടായിരുന്നില്ല. മുറിക്കുള്ളിൽ പഴയ ഉദ്യോഗസ്ഥൻ്റെ സാധനങ്ങളെല്ലാം അങ്ങിങ്ങായി ചിതറിക്കിടക്കുകയായിരുന്നു. ഇത് കണ്ട് ലൈറ്റ് ഹൗസിൽ ആരെങ്കിലും ഉണ്ടാകുമെന്ന് ക്യാപ്റ്റനും ഡേവിഡും കരുതി. ക്യാപ്റ്റനും ഡേവിഡും ഉടൻ തന്നെ ലൈറ്റ് ഹൗസിലേക്ക് തിരിച്ചു. അവിടെ വിചിത്രമായൊരു കാഴ്ച കണ്ടു. ലൈറ്റ് ഹൗസിന് ചുറ്റും മൂർച്ചയുള്ള മരത്തടികൾ കൊണ്ടുള്ള വേലികൾ അടച്ചിരിക്കുന്നതായി അവർ കണ്ടു. ആരും അകത്ത് കടക്കാതിരിക്കാൻ ആരോ മനഃപൂർവ്വം ചെയ്തതുപോലെ തോന്നി. ക്യാപ്റ്റനും ഡേവിഡും പലതവണ ലൈറ്റ് ഹൗസിൻ്റെ വാതിലിൽ മുട്ടി. പക്ഷെ മറുപടിയൊന്നും കിട്ടിയില്ല. ഒടുവിൽ അവർ വാതിൽ ബലമായി തള്ളി അകത്ത് കയറി. ലൈറ്റ് ഹൗസിനുള്ളിൽ അവർ ഗ്രൂണർ എന്ന ഒരാളെ കണ്ടെത്തി. പഴയ കാലാവസ്ഥാ ഉദ്യോഗസ്ഥനായ റോബർട്ടിനെക്കുറിച്ച് ഗ്രൂണറോട് ചോദിച്ചപ്പോൾ അദ്ദേഹം മരിച്ചുപോയി എന്നായിരുന്നു മറുപടി. റോബർട്ട് കടലിലേക്ക് പോയെന്നും പിന്നീട് തിരിച്ചു വന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഗ്രൂണറുടെ വാക്കുകൾ കേട്ട് ഡേവിഡും ക്യാപ്റ്റനും സ്തംഭിച്ചുപോയി. ഇതെല്ലാം കേട്ട ശേഷം ക്യാപ്റ്റൻ ഡേവിഡിനോട് പറഞ്ഞു, "നിനക്ക് വേണമെങ്കിൽ ഇപ്പോഴും ഞങ്ങളോടൊപ്പം തിരിച്ചു വരാം." എന്നാൽ ഡേവിഡ് മടങ്ങാൻ വിസമ്മതിച്ചു. സർക്കാരിന് കൃത്യമായ കാലാവസ്ഥാ റിപ്പോർട്ടുകൾ നൽകാൻ കഴിഞ്ഞാൽ വലിയൊരു തുക സമ്പാദിക്കാമെന്ന് ഡേവിഡ് കരുതി. ക്യാപ്റ്റൻ അവന് സംരക്ഷണത്തിനായി ഒരു തോക്ക് നൽകിയിട്ട് പറഞ്ഞു, "ഈ സ്ഥലം എനിക്ക് അത്ര സുരക്ഷിതമായി തോന്നുന്നില്ല. നീ സൂക്ഷിക്കണം." അവനെ അവിടെ വിട്ട് 1 വർഷത്തിന് ശേഷം വരാമെന്ന് പറഞ്ഞ് അവരെല്ലാം മടങ്ങി. ക്യാപ്റ്റൻ പോയതിനു ശേഷം ഡേവിഡ് വീട് വൃത്തിയാക്കി താമസയോഗ്യമാക്കി. രാത്രിയായപ്പോൾ പഴയ കാലാവസ്ഥാ ഉദ്യോഗസ്ഥനായ റോബർട്ടിൻ്റെ ഒരു ഡയറി അവനൊരു ഡ്രോയറിൽ നിന്ന് ലഭിച്ചു. ആ ദ്വീപിനെക്കുറിച്ച് പല കാര്യങ്ങളും ആ ഡയറിയിൽ എഴുതിയിരുന്നു. ഒരു ദുരൂഹ ജീവിയെക്കുറിച്ച് അതിൽ പരാമർശമുണ്ടായിരുന്നു. പക്ഷെ ഒന്നും വ്യക്തമായിരുന്നില്ല. ചില ഭാഗങ്ങൾ അപൂർണമായിരുന്നു. ഡേവിഡ് ഓരോ വരിയും ശ്രദ്ധയോടെ വായിച്ചു. വിചിത്രമായ മൃഗങ്ങളുടെ സ്കെച്ചുകളും ഡയറിയിലുണ്ടായിരുന്നു. അദ്ദേഹം എന്തിനാണ് അത്തരം ചിത്രങ്ങൾ വരച്ചതെന്ന് ഡേവിഡിന് മനസ്സിലായില്ല. ഒരുപക്ഷെ ഒറ്റയ്ക്കായിരുന്നപ്പോൾ സമയം കളയാൻ ചെയ്തതാവാം. ഡയറിയുടെ ഒരു പേജിൽ പഴയ ഉദ്യോഗസ്ഥയുടെ ഭാര്യയുടെ ഫോട്ടോയും ഉണ്ടായിരുന്നു. അങ്ങനെ ഡയറി വായിച്ച് ഡേവിഡ് സാവധാനം ഉറക്കത്തിലേക്ക് വീണു. അടുത്ത ദിവസം രാവിലെ ഡേവിഡ് കാലാവസ്ഥാ വിവരങ്ങൾ ശേഖരിക്കാൻ തുടങ്ങി. എന്നാൽ കടൽ തീരത്തെത്തിയപ്പോൾ അവൻ പെട്ടെന്ന് നിന്നു. പാറകൾക്കിടയിൽ ചില കല്ലുകൾ വിചിത്രമായ രീതിയിൽ അടുക്കി വച്ചിരിക്കുന്നത് അവൻ കണ്ടു. അവയ്ക്കിടയിൽ ശംഖുകൾ ഒരു പ്രത്യേക രീതിയിൽ വെച്ചിരുന്നു. ഒരുപക്ഷെ ഗ്രൂണർ ചെയ്തതാവാം ഇത്, ഡേവിഡ് കരുതി. ഇത് ചിന്തിച്ച് അവൻ ജോലിയിൽ മുഴുകി. ജോലിക്കിടയിൽ ബൈനോക്കുലറിലൂടെ ലൈറ്റ് ഹൗസിലേക്ക് നോക്കിയപ്പോൾ ഗ്രൂണറോടൊപ്പം മറ്റൊരാളെ കൂടി അവൻ കണ്ടു. പക്ഷെ കണ്ണിമ്മിക്കുന്ന നേരത്തിനുള്ളിൽ അവർ അപ്രത്യക്ഷനായി. ഡേവിഡ് വീണ്ടും നോക്കാൻ ശ്രമിച്ചെങ്കിലും അത് തൻ്റെ തോന്നലാണെന്ന് കരുതി രാത്രിയിൽ ഡേവിഡ് ജോലിയിൽ മുഴുകിയിരുന്നപ്പോൾ വാതിലിൽ ഒരു മുട്ട് കേട്ടു. അത് ഗ്രൂണർ ആയിരിക്കുമെന്ന് അവൻ കരുതി. ഡേവിഡ് പേര് വിളിച്ച് ചോദിച്ചെങ്കിലും മറുപടി ഉണ്ടായിരുന്നില്ല. കയ്യിൽ ഒരു വിളക്കുമായി ഡേവിഡ് വാതിലിനടുത്തേക്ക് നീങ്ങിയപ്പോൾ വിചിത്രമായ ചില ശബ്ദങ്ങൾ അവൻ്റെ ചെവിയിൽ മുഴങ്ങാൻ തുടങ്ങി. അത് തീർച്ചയായും ഒരു മനുഷ്യൻ്റേതായിരുന്നില്ല. പെട്ടെന്ന് വാതിലിനടിയിലൂടെ ഒരു വിചിത്ര ജീവിയുടെ കൈ അകത്തേക്ക് വരുന്നത് അവൻ കണ്ടു. അത് മനുഷ്യൻ്റേതായിരുന്നില്ല. ഇത് കണ്ട് ഡേവിഡ് ആകെ പേടിച്ചുപോയി. അവൻ ഉടൻ തന്നെ ബേസ്മെൻറ്റിലേക്ക് ഓടി അവിടെ ഒളിച്ചിരുന്നു. കുറച്ചു സമയത്തിനുള്ളിൽ ആ ദുരൂഹ ജീവി വീട്ടിനുള്ളിൽ കടന്നു. അത് ഡേവിഡിനെ തിരയുകയായിരുന്നു. ബേസ്മെൻറ്റിലെ ഒരു ചെറിയ വിള്ളലിലൂടെ ഡേവിഡ് അതിനെ നിരീക്ഷിച്ചു. ഡേവിഡിൻ്റെ അനക്കം കാരണം ആ ജീവി അവനെ കണ്ടുപിടിച്ചു. തുടർന്ന് ആ ജീവി ഡേവിഡിനെ കൊല്ലാനായി ഓടിയടുക്കുകയും ആ വിള്ളലിലൂടെ അവനെ പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. സ്വയം രക്ഷിക്കാനായി ഡേവിഡ് ഉടൻ തന്നെ ഒരു കത്തിയെടുത്ത് അതിൻ്റെ കണ്ണിൽ കുത്തി. ആ ജീവി നിലവിളിച്ചുകൊണ്ട് ഓടിപ്പോയി. പക്ഷേ അതെപ്പോഴും തിരിച്ചുവരാം.
ചില ജീവികളെക്കുറിച്ച് ഡയറിയിൽ എഴുതിയിരുന്നത് ശരിയാണെന്ന് ഡേവിഡിനിപ്പോൾ ഉറപ്പായി. ഭയം കാരണം അവന് രാത്രി മുഴുവൻ ഉറങ്ങാൻ കഴിഞ്ഞില്ല. അടുത്ത ദിവസം രാവിലെ ഡേവിഡ് വീടിന് പുറത്തിറങ്ങിയപ്പോൾ മണലിൽ മനുഷ്യൻ്റേതല്ലാത്ത കാൽപ്പാടുകൾ കണ്ടു. ആ അടയാളങ്ങൾ നേരെ കടലിലേക്ക് നീളുന്നവയായിരുന്നു. ലൈറ്റ് ഹൗസിന് ചുറ്റും ഗ്രൂണർ എന്തിനാണ് മൂർച്ചനുള്ള മരത്തടികൾ വെച്ചതെന്ന് ഡേവിഡിന് ഇപ്പോൾ മനസ്സിലായി. ഈ വീട്ടിൽ താമസിച്ചാൽ ആ ജീവികൾ തന്നെ കൊല്ലുമെന്ന് ഡേവിഡ് തിരിച്ചറിഞ്ഞു. ഭയന്നുപോയ ഡേവിഡ് ലൈറ്റ് ഹൗസിലേക്ക് ഓടി ഗ്രൂണറോട് വിളിച്ചു പറഞ്ഞു, "വാതിൽ തുറക്കൂ, എനിക്കകത്തേക്ക് വരണം." എന്നാൽ ഗ്രൂണർ അവനെ കയറ്റിയില്ല. "നീ ആ കപ്പലിൽ തന്നെ തിരിച്ചു പോകണമായിരുന്നു" എന്ന് പറഞ്ഞു. ഗ്രൂണർ അവൻ്റെ മേൽ വെള്ളമൊഴിച്ച് അവിടെ നിന്ന് പോകാൻ പറഞ്ഞു. ഇനി താൻ തന്നെ എന്തെങ്കിലും ചെയ്യണമെന്ന് ഡേവിഡ് തീരുമാനിച്ചു. അവൻ വീടിൻ്റെ ഓരോ ജനലുകളും മരം കൊണ്ടടച്ചു. അതിനു ചുറ്റും മൂർച്ചയുള്ള മരത്തടികൾ കൊണ്ട് വേലി കെട്ടി. വാതിലിനു പുറത്ത് പഴയ പേപ്പറുകളും പുസ്തകങ്ങളും നിരത്തിയിട്ടു. തുടർന്ന് ജീവികൾ വന്നാൽ തീയിട്ട് അവയെ പേടിപ്പിക്കാനായി അവയിൽ എണ്ണ തളിച്ചു. എന്നാൽ ഡേവിഡിന് ഇതുവരെ അറിയാത്ത ഒരു കാര്യം അന്ന് രാത്രി അവൻ തിരിച്ചറിയാൻ പോവുകയായിരുന്നു. ഭാഗ്യവശാൽ വീട്ടിനുള്ളിൽ നിന്ന് തോക്കും തിരകളും അടങ്ങിയ ഒരു പഴയ പെട്ടി അവന് ലഭിച്ചു. ഇതവന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങിയതോടെ ഡേവിഡിന്റെ ഉള്ളിൽ ഭയം വർദ്ധിച്ചു. കുറച്ചു സമയത്തിനുള്ളിൽ രാത്രിയുടെ ഇരുട്ടെങ്ങും പരന്നു. ഡേവിഡ് തോക്കുമായി വീടിന്റെ ഒരു മൂലയിൽ മിണ്ടാതെ ഇരുന്നു. അവന്റെ ഹൃദയം വേഗത്തിലിടിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നൊരു വിചിത്ര ശബ്ദം കേട്ടു. ഡേവിഡ് ജനാലയിലൂടെ കടലിലേക്ക് നോക്കിയപ്പോൾ അവന്റെ ഉള്ളൊന്ന് പിടച്ചു. ഒന്നല്ല, അത്തരത്തിലുള്ള നിരവധി വിചിത്ര ജീവികൾ തന്റെ നേരെ വരുന്നത് അവൻ കണ്ടു. താമസിയാതെ അവയെല്ലാം ഒത്തുകൂടി മുറിയുടെ വാതിൽ തകർക്കാൻ ശ്രമിച്ചു. ഡേവിഡ് ഉടൻ തന്നെ വെടിയുതിർക്കാൻ തുടങ്ങി. ചില ജീവികൾ ചത്തുവീണു. തോക്കിന്റെ ശബ്ദം കേട്ട് അവ ഓടിപ്പോകുമെന്ന് ഡേവിഡ് കരുതി. എന്നാൽ സ്വന്തം വർഗ്ഗക്കാർ മരിക്കുന്നത് കണ്ടപ്പോൾ അവ കൂടുതൽ അക്രമകാരികളായി. തുടർന്ന് ഡേവിഡ് തന്റെ പ്ലാൻ ബി നടപ്പിലാക്കി. വാതിലിന് പുറത്തു വച്ചിരുന്ന പേപ്പറുകൾക്കും പുസ്തകങ്ങൾക്കും തീയിട്ടു. തീ കണ്ട് ഭയന്ന ജീവികൾ കടലിലേക്ക് തന്നെ തിരിച്ചുപോയി. എന്നാൽ ആ തീ ഡേവിഡിന്റെ വീട്ടിലേക്കും പടർന്നു. വീട് മുഴുവൻ മരം കൊണ്ടുണ്ടാക്കിയതായതിനാൽ തീ വേഗത്തിൽ പടരാൻ തുടങ്ങി. ഡേവിഡ് ഉടൻ തന്നെ ഒരു പുതത്തുകൊണ്ട് ശരീരം പുതച്ച് പുറത്തിറങ്ങി രക്ഷപ്പെട്ടു. എന്നിട്ട് ലൈറ്റ് ഹൗസിനടുത്തുള്ള ഒരു വലിയ പാറയ്ക്ക് പിന്നിൽ ഒളിച്ചിരുന്നു. ജീവികളുമായി പൊരുതുന്നതിനിടയിൽ ഡേവിഡിന്റെ കയ്യിൽ വലിയൊരു മുറിവേറ്റിരുന്നു. പെട്ടെന്ന് കനത്ത മഴ പെയ്തു. തീ സാവധാനം അണയാൻ തുടങ്ങി. പക്ഷെ രാത്രി മുഴുവൻ മഴ പെയ്തിട്ടും രാവിലെ ആയപ്പോഴേക്കും വീട് മുഴുവനായി കത്തി തീർന്നിരുന്നു. ഇനി ജീവനോടെ ഇരിക്കണമെങ്കിൽ ലൈറ്റ് ഹൗസിൽ അഭയം തേടുകയല്ലാതെ മറ്റു വഴികളില്ലെന്ന് ഡേവിഡ് മനസ്സിലാക്കി. അവൻ തോക്കുമെടുത്ത് ലൈറ്റ് ഹൗസിനടുത്തുള്ള പാറകൾക്കിടയിൽ ഒളിച്ചിരുന്ന് ഗ്രൂണർ വെള്ളമെടുക്കാൻ പുറത്തു വരുന്നത് കാത്തിരുന്നു. ഗ്രൂണർ വെള്ളമെടുക്കാൻ പുറത്തു വന്നപ്പോൾ ഡേവിഡ് അവനെ പിന്തുടർന്നു. എന്നാൽ പെട്ടെന്ന് ഗ്രൂണറുടെ അടുത്തുണ്ടായിരുന്ന ഒരു വിചിത്ര ജീവി ഡേവിഡിനെ ആക്രമിച്ചു. എങ്ങനെയൊക്കെയോ ഡേവിഡ് അതിനെ കീഴ്പ്പെടുത്തി. ആ ജീവി ഗ്രൂണറുടെ സംരക്ഷകനായിരുന്നു. ഡേവിഡ് അതിനെ വെടിവെക്കാൻ ഒരുങ്ങിയപ്പോൾ ഗ്രൂണർ തടഞ്ഞു. "നിൽക്കൂ, ഇതെന്റെ വളർത്തുമൃഗമാണ്" എന്ന് പറഞ്ഞു. ഡേവിഡ് വെടിവെച്ചില്ല. പകരം ഗ്രൂണറുടെ മുന്നിൽ ഒരു നിബന്ധന വെച്ചു. "നിനക്ക് ഈ ജീവിയെ ജീവനോടെ വേണമെങ്കിൽ എന്നെ ലൈറ്റ് ഹൗസിൽ താമസിക്കാൻ അനുവദിക്കണം. ഇല്ലെങ്കിൽ ഞാനിതിനെ കൊല്ലും." ഡേവിഡിന്റെ കയ്യിൽ ഇഷ്ടം പോലെ ഭക്ഷണവും വെടിമരുന്നും ഉള്ളതുകൊണ്ട് ഗ്രൂണർ അവസാനം സമ്മതിച്ചു. വൈകുന്നേരത്തിനു മുമ്പ് അവർ ബാക്കിയുള്ള ഭക്ഷണമെല്ലാം ലൈറ്റ് ഹൗസിലേക്ക് മാറ്റി അവിടെ സമാധാനമായി ഉറങ്ങി. അടുത്ത ദിവസം രാവിലെ ആ ജീവി ഡേവിഡിന്റെ കൈ നക്കുന്നത് കണ്ട് അവൻ ഉണർന്നു. ആ ജീവി നക്കിയതുകൊണ്ട് ഡേവിഡിന്റെ മുറിവ് പൂർണ്ണമായും മാറിയിരുന്നു. ഇതുകണ്ട് ഡേവിഡ് അത്ഭുതപ്പെട്ടു. ഈ ജീവിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഗ്രൂണറിൽ നിന്ന് അറിയണമെന്നും ഇത് ലോകത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നും ഡേവിഡ് ആഗ്രഹിച്ചു. ഈ രഹസ്യം ലോകത്തെ അറിയിച്ചാൽ തനിക്കും ഗ്രൂണറിനും ധാരാളം പണവും പ്രശസ്തിയും ലഭിക്കുമെന്ന് ഡേവിഡ് കരുതി. എന്നാൽ ഗ്രൂണറിന് അതിലൊന്നും താൽപ്പര്യമില്ലായിരുന്നു. ഈ ദ്വീപ് വിട്ട് ഒരിടത്തേക്കും പോകാൻ അയാൾ ആഗ്രഹിച്ചില്ല. ഈ ലോകത്ത് അയാൾക്ക് ആരുമുണ്ടായിരുന്നില്ല. അയാൾക്ക് ഈ ദ്വീപ് മാത്രമായിരുന്നു ലോകം. അവിടെ അയാൾ സ്വയം ഒരു രാജാവായി കരുതി. അതുകൊണ്ട് തന്നെ ദ്വീപിന്റെ പല ഭാഗങ്ങളിലും ഗ്രൂണറാണ് ഇവിടുത്തെ രാജാവ് എന്ന് അയാൾ എഴുതി വച്ചിരുന്നു. എന്നാൽ ഈ വിചിത്ര ജീവി എങ്ങനെ ഗ്രൂണറുടെ വളർത്തുമൃഗമായെന്ന് ഡേവിഡിന് മനസ്സിലായില്ല. ഒരിക്കൽ അതിന്റെ ജീവൻ താൻ രക്ഷിച്ചതാണെന്നും ചെറുതായിരിക്കുമ്പോൾ അത് തന്റെ മീൻപിടുത്ത വലയിൽ കുടുങ്ങിയതാണെന്നും ഗ്രൂണർ പറഞ്ഞു. അന്നു മുതൽ അത് ഗ്രൂണറുടെ കൂടെ കൂടുകയും അയാൾ പറയുന്നതെല്ലാം അനുസരിക്കാൻ തുടങ്ങുകയും ചെയ്തു. എന്നാൽ ഗ്രൂണർ ക്രൂരനായൊരു മനുഷ്യനായിരുന്നു. അവൻ ഈ ജീവിയോട് വളരെ മോശമായാണ് പെരുമാറിയിരുന്നത്. ഗ്രൂണർ ദിവസവും ഈ ജീവിയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു. ഒരിക്കൽ ഈ ജീവി തന്നെ ആക്രമിച്ചിരുന്നെന്നും അതിന് പകരമായി താൻ നൽകിയ ശിക്ഷയ്ക്ക് ശേഷം അത് തന്റെ അടിമയെപ്പോലെ പെരുമാറാൻ തുടങ്ങിയതെന്നും ഗ്രൂണർ പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്തിനാണ് ആ ജീവികൾ എല്ലാ രാത്രിയിലും കടലിൽ നിന്ന് വരുന്നത് എന്ന്. തങ്ങളുടെ വർഗത്തിൽപ്പെട്ട ആ ജീവിയെ ഗ്രൂണറിൽ നിന്ന് മോചിപ്പിക്കാനാണ് അവ വരുന്നത്. എന്നാൽ ഗ്രൂണർ അത് അനുവദിക്കില്ല.
സൂര്യപ്രകാശം തട്ടിയാൽ തൊലി പൊള്ളുന്നതുകൊണ്ട് പകൽ സമയത്ത് ആ ജീവികൾക്ക് ആക്രമിക്കാൻ കഴിയില്ല. ഡേവിഡിന് അവിടെ നിൽക്കാൻ താൽപ്പര്യമില്ലായിരുന്നു. എങ്ങനെയെങ്കിലും ദ്വീപിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് അയാൾ ആഗ്രഹിച്ചു. വൈകുന്നേരമായപ്പോൾ ഗ്രൂണർ പറഞ്ഞു, തോക്കെടുത്ത് തയ്യാറായിരുന്നോ? അവർ എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കാം. അവർ ലൈറ്റ് ഹൗസിലെ വിളക്ക് തെളിയിക്കാൻ തയ്യാറെടുത്തു. കുറച്ചു സമയത്തിനുള്ളിൽ കടലിൽ നിന്ന് വലിയൊരു കൂട്ടം ജീവികൾ പുറത്തുവന്നു. അവ ലൈറ്റ് ഹൗസിന് നേരെ വരികയായിരുന്നു. ഗ്രൂണർ വെടിയുതിർത്തെങ്കിലും ഡേവിഡ് ആകെ പേടിച്ച് ലൈറ്റ് ഹൗസിനുള്ളിലേക്ക് കയറി ഒളിച്ചു. ഡേവിഡ് പലതവണ വിളിച്ചിട്ടും അവനൊരു മൂലയിൽ മിണ്ടാതെയിരുന്നു. വൈകാതെ ഡേവിഡ് ബോധായി. ഗ്രൂണർ രാത്രി മുഴുവൻ ആ ജീവികളുമായി ഒറ്റയ്ക്ക് പോരാടി. അടുത്ത ദിവസം രാവിലെ കോപാകുലനായ ഗ്രൂണർ ഡേവിഡിന്റെ മുഖത്ത് വെള്ളമൊഴിച്ചുണർത്തി. നിനക്ക് ജീവിക്കണമെങ്കിൽ അവരെ കൊല്ലണം, ഇല്ലെങ്കിൽ ലൈറ്റ് ഹൗസിൽ നിന്ന് പുറത്താക്കും. നീ ഞാൻ പറയുന്നതെല്ലാം അനുസരിക്കണം. ദിവസവും വെള്ളം കൊണ്ടുവരണം, ലൈറ്റ് ഹൗസിലെ പണികൾ ചെയ്യണം, രാത്രി എൻ്റെ കൂടെ കാവൽ നിൽക്കണം. ഡേവിഡിന് മറ്റു വഴികളില്ലാത്തതിനാൽ എല്ലാം അനുസരിക്കേണ്ടി വന്നു. എന്നാൽ ആ പെൺജീവിയെ ഗ്രൂണർ ശാരീരികമായി ഉപദ്രവിക്കുന്നത് ഡേവിഡിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. രാത്രിയായി. ഇരുവരും വീണ്ടും കാവലിന് തയ്യാറെടുത്തു. ജീവികൾ കടലിൽ നിന്ന് വീണ്ടും പുറത്തുവന്നു. എന്നാൽ ഇന്ന് ഡേവിഡിന് അത്ര പേടി തോന്നിയില്ല. അവൻ ജീവികൾക്ക് നേരെ വെടിയുതിർത്തു. ഇന്ന് ഗ്രൂണർ ഒന്നും ചെയ്തില്ല. അവൻ ഡേവിഡിനെ പുറത്തു നിർത്തിയിട്ട് വാതിലടച്ചകത്തിരുന്നു. ഈ ജീവികളോട് എങ്ങനെ പൊരുതണമെന്ന് ഡേവിഡ് തന്നെ പഠിക്കട്ടെ എന്ന് അയാൾ കരുതി. രാത്രി മുഴുവൻ ഡേവിഡ് പോരാടി. രാവിലെ ഗ്രൂണർ പുറത്തു വന്നപ്പോൾ ചോരയിൽ കുളിച്ചു നിൽക്കുന്ന ഡേവിഡിനെയാണ് കണ്ടത്. അവനിപ്പോൾ പൊരുതാൻ പഠിച്ചു കഴിഞ്ഞു. സമയം കടന്നുപോയി. രാത്രിയിൽ പോരാട്ടവും പകൽ ജോലികളുമായി ഡേവിഡ് തിരക്കിലായി. ആ ദ്വീപ് അവനൊരു തടവറ പോലെ തോന്നി. എപ്പോഴാണ് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയുക എന്ന് അവൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നു. കാലക്രമേണ ഡേവിഡിന് ആ പെൺജീവിയോടൊരു പ്രത്യേക അടുപ്പം തോന്നിത്തുടങ്ങി. അവളോട് അവന് സഹതാപം തോന്നി. സ്വന്തം വർഗ്ഗക്കാരെ വിട്ട് തനിയെ കഴിയുന്നതിന്റെ വേദന അവനും മനസ്സിലാക്കി. ഡേവിഡ് ആ ജീവിക്കൊരു പേരും നൽകി, അനാരിസ്. ദിവസങ്ങൾ കടന്നുപോയി. ജീവികളുടെ ആക്രമണം കുറഞ്ഞു വരുന്നതായി അവർ ശ്രദ്ധിച്ചു. ഒരുപക്ഷെ തണുപ്പുകാലമായതുകൊണ്ട് അവ എവിടെയെങ്കിലും പോയതാവാം, അല്ലെങ്കിൽ പൊരുതിയിട്ട് കാര്യമില്ലെന്ന് അവയ്ക്ക് തോന്നിയിട്ടുണ്ടാവാം എന്ന് ഡേവിഡ് കരുതി. എന്നാൽ ഗ്രൂണർ അത് സമ്മതിച്ചില്ല. അവ വീണ്ടും വരും, എണ്ണം കൂട്ടുകയാണ് എന്ന് പറഞ്ഞു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു രാത്രിയിൽ അവർ ചെസ്സ് കളിക്കുകയായിരുന്നു. എന്നാൽ അവിടെ ഗ്രൂണറിന് വലിയൊരു അബദ്ധം പറ്റി. കളിക്കിടയിൽ അവർ ലൈറ്റ് ഹൗസിലെ വിളക്ക് തെളിയിക്കാൻ മറന്നുപോയി. ഇരുട്ടിന്റെ മറവിൽ ജീവികൾ അവരെ ആക്രമിച്ചു. വൻതോതിലുള്ള ജീവികളുടെ കൂട്ടം കണ്ട് ഡേവിഡ് ഞെട്ടിപ്പോയി. കയ്യിലുണ്ടായിരുന്ന തിരകളും തീരാറായിരുന്നു. അവർ എങ്ങനെയൊക്കെയോ ലൈറ്റ് ഹൗസിന്റെ മുകളിലെത്തി. ഇതിനിടയിൽ ഗ്രൂണറുടെ കാലിന് വലിയൊരു മുറിവേറ്റിരുന്നു. ഇന്ന് ജീവികൾക്കായിരുന്നു മുൻതൂക്കം. എന്നാൽ ഭാഗ്യവശാൽ നേരം വെളുത്തു. വെളിച്ചം വന്നതോടെ ജീവികൾ കടലിലേക്ക് മടങ്ങിപ്പോയി. വെളിച്ചം വന്നപ്പോൾ അനാരിസ് ഗ്രൂണറുടെ മുറിവ് ഭേദമാക്കാൻ ശ്രമിച്ചു. എന്നാൽ ഈ പോരാട്ടം ജയിക്കാൻ കഴിയില്ലെന്ന് ഡേവിഡിന് മനസ്സിലായി. തിരകളും ഭക്ഷണവും തീരാറായിരുന്നു. അടുത്ത ദിവസം ഡേവിഡ് ലൈറ്റ് ഹൗസിന് പുറത്ത് നടക്കുമ്പോൾ കടലിൽ ഒരു കപ്പൽ കണ്ടു. അവൻ ഉടൻ തന്നെ ഒരു ഫ്ലെയർ ഗൺ എടുത്ത് സിഗ്നൽ നൽകാനൊരുങ്ങി. എന്നാൽ ഗ്രൂണർ അവനെ തടഞ്ഞു. കാരണം ഡേവിഡ് പോകുന്നത് അയാൾക്കിഷ്ടമായിരുന്നില്ല. ആ സമയത്ത് അനാരിസ് ഗ്രൂണറെ ആക്രമിച്ചു. അവൾ ഡേവിഡിനെ രക്ഷിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ആരും ദ്വീപ് വിട്ടുപോകുന്നത് ഗ്രൂണർക്ക് ഇഷ്ടമായിരുന്നില്ല. ഈ ദ്വീപ് അയാളുടെ സാമ്രാജ്യമായിരുന്നു. ഒറ്റയ്ക്കായിരുന്ന തനിക്ക് സംസാരിക്കാൻ ഒരാളെ കിട്ടിയതുകൊണ്ട് ഡേവിഡിനെ വിടാൻ അയാൾക്ക് മനസ്സില്ലായിരുന്നു. കൂടാതെ ഡേവിഡ് പോയാൽ അനാരിസിനെക്കുറിച്ചും മറ്റും ലോകത്തോട് വിളിച്ചു പറയുമെന്നും അയാൾ ഭയന്നു. കപ്പൽ മെല്ലെ കൺമുന്നിൽ നിന്നും മറഞ്ഞുപോയി. ഗ്രൂണർ ഇപ്പോഴും അവരെ മോശമായി തന്നെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നു, പ്രത്യേകിച്ച് അനാരിസിനെ. ഒരു ദിവസം ഡേവിഡ് മീനെല്ലുകൊണ്ടുണ്ടാക്കിയ ഒരു കൊച്ചു ബോട്ട് അനാരിസിന് സമ്മാനിച്ചു. അത് കണ്ടപ്പോൾ അനാരിസ് ഡേവിഡിനെ ദ്വീപിന്റെ മറ്റൊരു ഭാഗത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ഒരു യഥാർത്ഥ ബോട്ട് ഇരിക്കുന്നത് ഡേവിഡ് കണ്ടു. ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ മുമ്പ് കുറച്ചുപേർ രക്ഷപ്പെടാനായി ഇവിടെ വന്നതാണെന്നും എന്നാൽ ജീവികൾ അവരെയെല്ലാം കൊന്നെന്നും ഗ്രൂണർ പറഞ്ഞു. അവരുടെ കപ്പലിൽ ധാരാളം സ്ഫോടക വസ്തുക്കളും ഉണ്ടായിരുന്നുവെന്നും കൊടുങ്കാറ്റിൽ കപ്പൽ മുങ്ങിപ്പോയെന്നും അയാൾ പറഞ്ഞു. ഇതു കേട്ടപ്പോൾ ഡേവിഡിന്റെ ഉള്ളിൽ ഒരു ബുദ്ധി തെളിഞ്ഞു. മുങ്ങിപ്പോയ കപ്പലിൽ നിന്ന് തിരകളും ഡൈനാമിറ്റും കണ്ടെത്തിയാൽ ജീവികളോട് പൊരുതാൻ എളുപ്പമാകുമെന്ന് ഡേവിഡ് പറഞ്ഞു. ഗ്രൂണർ അത് വിശ്വസിച്ചില്ലെങ്കിലും ഡേവിഡ് തന്റെ ജീവൻ പണയപ്പെടുത്തി അതിന് തയ്യാറായി. ഡേവിഡും അനാരിസും തമ്മിലുള്ള അടുപ്പം വർദ്ധിച്ചുവരുന്നത് ഗ്രൂണർ ശ്രദ്ധിച്ചു. അനാരിസിനെ ഡേവിഡ് കൊണ്ടുപോകുമെന്ന് ഭയന്ന ഗ്രൂണർ ഡേവിഡിനെ ഒഴിവാക്കാൻ തീരുമാനിച്ചു. അടുത്ത ദിവസം ഗ്രൂണർ ഡേവിഡിന്റെ പ്ലാനിനോട് യോജിച്ചു. സ്ഫോടക വസ്തുക്കൾ എടുക്കാനായി ഡേവിഡ് കടലിലേക്ക് ഇറങ്ങണമെന്നും താൻ മുകളിൽ നിന്ന് സഹായിക്കാമെന്നും അവൻ പറഞ്ഞു. എന്നാൽ ഡേവിഡിനെ കടലിൽ ഉപേക്ഷിച്ച് ജീവികൾക്ക് വിട്ടുകൊടുക്കാനായിരുന്നു ഗ്രൂണറുടെ പ്ലാൻ. അങ്ങനെ
അങ്ങനെയായാൽ സ്ഫോടക വസ്തുക്കൾ തനിക്ക് കിട്ടുകയും അനാരിസ് വീണ്ടും തന്റെ അടിമയാവുകയും ചെയ്യുമെന്ന് അവൻ കരുതി. അവർ ബോട്ടിൽ കപ്പൽ മുങ്ങിയ സ്ഥലത്തെത്തി. ഡേവിഡ് ഡൈവിംഗ് സ്യൂട്ട് ധരിച്ച് കടലിനടിയിലേക്ക് പോയി. അവിടെ കപ്പൽ തകർന്നു കിടക്കുന്നത് അവൻ കണ്ടു. അവന് കുറച്ച് ഡൈനാമിക് ബോക്സുകൾ ലഭിച്ചു. എന്നാൽ പെട്ടെന്ന് കുറച്ച് ജീവികൾ അവന്റെ മുന്നിലെത്തി. പേടിച്ചുപോയ ഡേവിഡ് താഴെ വീണു. ഡൈവിംഗ് സ്യൂട്ടിന്റെ ഭാരം കാരണം അവൻ അനങ്ങാൻ പോലും കഴിഞ്ഞില്ല. ജീവികൾ ഡേവിഡിനെ കുന്നുകാണുമെന്ന് ഗ്രൂണർ കരുതി. എന്നാൽ അവ 2 കുഞ്ഞു ജീവികളായിരുന്നു. ഡേവിഡ് എങ്ങനെയൊക്കെയോ സൂട്ട് ഊരി മാറ്റി മുകളിലെത്തി. അവർ ലൈറ്റ് ഹൗസിന് ചുറ്റും 2 നിരകളിലായി ഡൈനാമിറ്റ് വെച്ചു. മഞ്ഞുകാലമായപ്പോൾ ആക്രമണങ്ങൾ കുറഞ്ഞു. അനാരിസ് അവരോട് ഈ വിവരം പറഞ്ഞു കാണുമെന്ന് കരുതി ഗ്രൂണർ അവളെ ഉപദ്രവിച്ചെങ്കിലും ഡേവിഡ് അത് തടഞ്ഞു. ഒടുവിൽ അവർ മറ്റൊരു പ്ലാൻ ഉണ്ടാക്കി. ലൈറ്റ് ഹൗസിന്റെ പ്രധാന വാതിൽ തുറന്നുവെക്കുക, ജീവികൾ അകത്തു കടക്കുമ്പോൾ ഡൈനാമിറ്റ് പൊട്ടിക്കുക. അങ്ങനെ അനാരിസിനെ കൊണ്ട് ഉറക്കെ കരയിപ്പിച്ചു. ഇത് കേട്ട് കോപാകുലരായ ജീവികൾ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ട് അകത്തേക്ക് ഓടിക്കയറി. ഡേവിഡ് സാഹസികമായി അവരിൽ നിന്ന് രക്ഷപ്പെട്ട് മുകളിലെത്തി. ഗ്രൂണർ സ്വിച്ച് അമർത്തിയെങ്കിലും കണക്ഷൻ വിട്ടുപോയതിനാൽ ഒന്നും സംഭവിച്ചില്ല. ഡേവിഡ് വേഗം കണക്ഷൻ ശരിയാക്കി ആദ്യത്തെ നിര ഡൈനാമിറ്റ് പൊട്ടിച്ചു. നിരവധി ജീവികൾ കൊല്ലപ്പെട്ടു. 2ാമത്തെ നിരയും പൊട്ടിച്ചു. ആ വലിയ സ്ഫോടനത്തിൽ ഇരുവരും ബോധരഹിതരായി. രാവിലെ ഉണർന്നപ്പോൾ അനാരിസിനെ അവിടെ കണ്ടില്ല. ചുറ്റും മൃതദേഹങ്ങൾ ചിതറിക്കിടക്കുകയായിരുന്നു. പരിക്കേറ്റ് കിടന്ന ജീവികളെ ഗ്രൂണർ കൊന്നുകൊണ്ടിരുന്നു. അപ്പോഴാണ് അവരിൽ ഒരാളുടെ കഴുത്തിലെ മാല ഡേവിഡ് കണ്ടത്. ആ ജീവികൾ ക്രൂരന്മാരല്ലെന്നും സംസാരിക്കാൻ കഴിയാത്ത മനുഷ്യരെപ്പോലെ തന്നെയാണെന്നും അവന് മനസ്സിലായി. എന്നാൽ ഗ്രൂണർ അത് കേൾക്കാൻ തയ്യാറായില്ല. ആ ദിവസത്തിനു ശേഷം ആക്രമണങ്ങൾ ഉണ്ടായില്ല. ഡേവിഡ് ജീവികളുടെ കുഞ്ഞുങ്ങളെ കടൽ തീരത്ത് കണ്ടു. തങ്ങൾ വലിയൊരു തെറ്റാണ് ചെയ്തതെന്ന് അവന് തോന്നി. അവൻ കല്ലുകൾ കൊണ്ടൊരു വൃത്തമുണ്ടാക്കി ആ ചെറിയ കളിപ്പാട്ട ബോട്ട് അതിനുള്ളിൽ വെച്ചു. അനാരിസ് തിരിച്ചു വരുമെന്ന് അവൻ പ്രതീക്ഷിച്ചു. അടുത്ത ദിവസം രാവിലെ ഗ്രൂണറുടെ ഒരു പഴയ ഫോട്ടോ ഡേവിഡ് കണ്ടു. ഡയറിയിൽ കണ്ട ആ പഴയ ഉദ്യോഗസ്ഥന്റെ ഭാര്യയുടെ കൂടെ നിൽക്കുന്നത് ഗ്രൂണർ ആയിരുന്നു. സത്യത്തിൽ റോബർട്ട് എന്ന പഴയ ഉദ്യോഗസ്ഥൻ തന്നെയായിരുന്നു ഗ്രൂണർ. ഈ ദ്വീപ് വിട്ടു പോകാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് അയാൾ പേരുമാറ്റി അവിടെ തന്നെ കഴിയുകയായിരുന്നു. ഇനി തനിക്കും ഇവിടം വിട്ടു പോകാൻ കഴിയില്ലെന്ന് ഡേവിഡും തിരിച്ചറിഞ്ഞു. അവൻ കടൽ തീരത്ത് ചെന്നപ്പോൾ ആ കളിപ്പാട്ട ബോട്ട് ഒരു കുഞ്ഞു ജീവിയുടെ കയ്യിൽ കണ്ടു. ഡേവിഡ് താൻ സമാധാനം ആഗ്രഹിക്കുന്നു എന്ന് കാണിക്കാനായി കത്തുന്ന ഒരു മരക്കഷ്ണം നിലത്തുവെച്ചു. താമസിയാതെ അനാരിസും സംഘവും പുറത്തുവന്നു. ഇത്തവണ അവർ ആക്രമിച്ചില്ല. എന്നാൽ തോക്കുമായി ഗ്രൂണർ അവിടെ എത്തി. ഇവർ സമാധാനം ആഗ്രഹിക്കുന്നു എന്ന് ഡേവിഡ് പറഞ്ഞിട്ടും ഗ്രൂണർ കേട്ടില്ല. അനാരിസ് ആദ്യമായി ഗ്രൂണറെ അനുസരിക്കാതിരുന്നു. ഇത് കണ്ട് സമനില തെറ്റിയ ഗ്രൂണർ ലൈറ്റ് ഹൗസിനുള്ളിൽ കയറി അവിടെ നിന്ന് ഫ്ലെയർ ഗൺ ഉപയോഗിച്ച് ഒരു ജീവി കുഞ്ഞിനെ വെടിവെച്ചു കൊന്നു. ജീവികളെല്ലാം ഭയന്നോടി. ഡേവിഡ് ഗ്രൂണറോട് വഴക്കിട്ടു. ഗ്രൂണർ ഡേവിഡിനെ കൊല്ലാൻ ശ്രമിച്ചു. "നിർത്തൂ റോബർട്ട്, നീ ഒരു കൊലയാളിയല്ല" എന്ന് ഡേവിഡ് വിളിച്ചു പറഞ്ഞപ്പോൾ അയാൾ സ്തംഭിച്ചുപോയി. ഒറ്റപ്പെടലും ഭാര്യയുടെ മരണവും അയാളെ ഒരു മാനസിക രോഗിയാക്കി മാറ്റിയിരുന്നു. താൻ ചെയ്ത തെറ്റുകൾക്ക് പകരമായി അയാൾ സ്വയം ജീവികൾക്ക് മുന്നിൽ കീഴടങ്ങി. അവർ അയാളെ കൊന്നു. ഡേവിഡ് ലൈറ്റ് ഹൗസിനുള്ളിൽ കഴിഞ്ഞു. 1 വർഷത്തിനു ശേഷം പുതിയ കാലാവസ്ഥാ ഉദ്യോഗസ്ഥനുമായി കപ്പൽ വന്നു. പഴയ ഉദ്യോഗസ്ഥനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അയാൾ കടലിൽ പോയി തിരിച്ചു വന്നില്ലെന്ന് ഡേവിഡും കള്ളം പറഞ്ഞു. ഡേവിഡും ആ ദ്വീപ് വിട്ടുപോകാൻ ആഗ്രഹിച്ചില്ല. ഗ്രൂണറെ പോലെ അനാരിസ് അവളുടെ കുടുംബത്തോടൊപ്പം സമാധാനത്തിൽ ജീവിച്ചു. അങ്ങനെ ആ കഥ അവസാനിക്കുന്നു.